ഹരി ഓം. ഓം ശ്രീ മഹാഗണപതയേ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായതേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ആദിശങ്കരാചാര്യ രചിതമായ സൗന്ദര്യലഹരി സ്തോത്ര വ്യാഖ്യാന പരമ്പരയിൽ ഇന്ന് 87-ാമത്തെ ശ്ലോകമാണ് കാണുന്നത്. ഹിമാനീ ഹന്തവ്യം ഹിമഗിരിനിവാസൈകചതുരൗ നിശായാം നിദ്രാണം നിശിചരമഭാഗേ ച വിശദൗ വരം ലക്ഷ്മീപാത്രം ശ്രിയമതിസൃജന്തൗ സമയിനാം സരോജം ത്വത്പാദൗ ജനനി ജയദശ്ചിത്രമിഹ കിം. ഹരി ഓം. കഴിഞ്ഞ 86-ാമത്തെ ശ്ലോകത്തിൽ അല്ലയോ ശൃംഗാരരസ സമ്പൂർണയായ ദേവി, പെട്ടെന്ന് പേർ തെറ്റി അന്യനാരീനാമം പറഞ്ഞിട്ട് ഉടനെ തന്നെ ലജ്ജയാൽ തലതാഴ്ത്തപ്പെട്ട ഭർത്താവായ പരമേശ്വരനെ അവിടുന്ന് പാദങ്ങൾ കൊണ്ട് പതുക്കെ ലലാടത്തിൽ സ്പർശിക്കുമ്പോൾ പാദസര ശബ്ദങ്ങളാൽ മന്മഥൻ ശിവകോപാഗ്നിയിൽ ചെയ്യപ്പെട്ടതും വളരെ കാലമായി നിലനിന്നിരുന്നതുമായ തൻ്റെ ഉള്ളിലുള്ള വൈരത്തെ അശേഷം ഉപേക്ഷിച്ചിട്ട് ജയസൂചകമായി കിലകില എന്ന ശബ്ദത്തെ പുറപ്പെടുവിച്ചു. മഹാദേവി ശിഞ്ചാനമണി മഞ്ജീര മണ്ഡിതശ്രീ പദാംബുജം കൊണ്ട് പ്രണയകോപത്താൽ പതിയെ താടനം ചെയ്തപ്പോൾ മന്മഥൻ എന്നെ ദഹിപ്പിച്ചവന് ഈ താടനം മതി എന്ന് ജയശബ്ദം പുറപ്പെടുവിച്ചു എന്ന് അർത്ഥമാക്കണം. അതിശയോക്തി അലങ്കാരം. ശ്ലോകം 87. ഹിമാനീ ഹന്തവ്യം ഹിമഗിരി നിവാസൈകചതുരൗ ദിശായാം നിദ്രാണം നിശി ചരമഭാഗേ ച വിശദൗ വരം ലക്ഷ്മീപാത്രം ശ്രിയം അതിസൃജന്തൗ സമയിനാം സരോജം ത്വത്പാദൗ ജനനി ജയതഃ ചിത്രം ഇഹ കിം. 87-ാം ശ്ലോകത്തിലും ദേവിയുടെ പാദവർണ്ണന തുടരുകയാണ്. പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ എന്ന നാമം കൊണ്ടാണ് ദേവിയുടെ പാദങ്ങളെ സഹസ്രനാമത്തിൽ, ലളിതാ സഹസ്രനാമത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ദേവിയുടെ പദദ്വയങ്ങൾ അതിൻ്റെ പ്രഭാജാലം കൊണ്ട്, ശോഭ കൊണ്ട് സരോരുഹം, സരോരുഹം എന്നാൽ സരസിൽ ആരോഹണം ചെയ്തത്, അതിനെ പരാകൃതമാക്കുകയാണ്, നിന്ദിക്കുകയാണ്, പരിഹസിക്കുകയാണ് എന്നുള്ള അർത്ഥം. അപ്പോൾ ദേവിയുടെ പാദങ്ങളും താമരയുമായി താരതമ്യം ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്തിട്ട് അപമാനിക്കരുത് എന്നാണ് ഇവിടെ ആചാര്യ ഭഗവത്പാദർ ഉദ്ദേശിക്കുന്നത്. ഈ 87-ാം ശ്ലോകം കൊണ്ട് ഭഗവത്പാദർ ഈ കാര്യം ഉറപ്പിക്കുകയാണ്. ഏറ്റവും സുന്ദരമാണ് ദേവിയുടെ പാദങ്ങൾ, അതിന് ഒരു ദോഷമില്ലാത്തതാണ്. അങ്ങനെ എന്തുകൊണ്ടാണ് എന്നുള്ളത്, ദേവിയുടെ പാദങ്ങൾ എന്തുകൊണ്ടാണ് ശ്രേഷ്ഠങ്ങൾ എന്ന് 3 വരിയിൽ വിപരീതമായി പറഞ്ഞ് അതിനെ വർണ്ണിച്ചിരിക്കുകയാണ് ഇവിടെ. ഇവിടെ നോക്കാം. ഹിമാനീ ഹന്തവ്യം ഹിമഗിരി നിവാസൈക ചതുരൗ നിശായാം നിദ്രാണം നിശി ചരമഭാഗേ ച വിശദൗ വരം ലക്ഷ്മീപാത്രം ശ്രിയം അതിസൃജന്തൗ സമയിനാം. അപ്പോൾ ആദ്യത്തെ ഹിമാനീ ഹന്തവ്യം, ഹിമാനി എന്നാൽ മഞ്ഞാണ്. ത്വത്പാദൗ എന്നുള്ള
അവസാനത്തെ വരിയിൽ നിന്ന് എടുത്ത് എല്ലാ വരികളിലും ആ തൊൽപാദം സരോജം ജയതഃ, അവിടുത്തെ അല്ലയോ അമ്മേ ജനനി, അമ്മയുടെ പാദവും രണ്ടു പാദങ്ങളും സരോജം ജയതഃ, സരോജത്തെ ജയിക്കുന്നവയാണ്. അപ്പോൾ ജയതഃ എന്നുള്ളത് ദ്വിവചനമാണ്, ക്രിയാരൂപം ദ്വിവചനം ജയതഃ, രണ്ടു പാദങ്ങൾ ഉള്ളതുകൊണ്ട് ജയതഃ. ഇഹ ചിത്രം കിം, അവസാനത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്ന ആ അർത്ഥം, ഈ വിഷയത്തിൽ ആശ്ചര്യപ്പെടാൻ എന്തിരിക്കുന്നു? ദേവിയുടെ പാദങ്ങൾ താമരയേക്കാൾ എത്രയോ മഹാത്മ്യമുള്ളതാകുന്നു. അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്, താരതമ്യം ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ട് ദേവിയുടെ പാദങ്ങൾ ശ്രേഷ്ഠങ്ങളാകുന്നു എന്ന് വർണ്ണിക്കുകയാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഹിമാനി ഹന്തവ്യം, മഞ്ഞുകൊണ്ട് ഈ സരോജം, ഈ താമര നശിപ്പിക്കപ്പെടുന്നു. ഹിമാനിയിൽ ഹന്തവ്യം, സാധാരണ താമര മഞ്ഞുകൊണ്ട് നശിച്ചു പോകും. ത്വൽപാദവും ഹിമഗിരി നിവാസൈക ചതുരവും, അമ്മയുടെ പാദങ്ങളോ അത് ഹിമാലയത്തിൽ വസിക്കാൻ ഏറ്റവും യോജിച്ചവയാണ്, സാമർഥ്യമുള്ളതാണ്. ഹിമഗിരി നിവാസ ഏക ചതുരമാണ്, വളരെ സാമർഥ്യമുള്ളതാണ്. സാധാരണ താമര ഈ മഞ്ഞു കൊണ്ടാൽ വാടും. എന്നാൽ ദേവിയുടെ പാദങ്ങളോ, ഹിമാലയ പർവ്വതത്തിൽ വളർന്ന ദേവിക്ക് ആ മഞ്ഞുകൊണ്ട് ഒരു കേടും സംഭവിക്കുന്നില്ല. ആ താമരയ്ക്ക്, ദേവിയുടെ പാദങ്ങളാകുന്ന താമര ആ ഹിമഗിരി നിവാസൈക ചതുരങ്ങളാണ് എന്ന് സമർത്ഥിച്ചിരിക്കുകയാണ് ഇവിടെ. അടുത്ത ഉദാഹരണം പറയുന്നു. നിശായാം നിദ്രാണം നിശി ചരമഭാഗേച്ച വിശദൗ. സാധാരണ താമരയാകട്ടെ നിശായാം നിദ്രാണം, രാത്രിയിൽ നിദ്രയെ പ്രാപിക്കുന്നു, വാടിപ്പോകുന്നു. എന്നാൽ ത്വൽപാദവും, അങ്ങയുടെ പാദങ്ങളോ, ദേവിയുടെ പാദങ്ങളാവട്ടെ രാത്രിയിൽ നിശി ചരമഭാഗേച്ച വിശദവും, രാത്രി കഴിയുന്നതുവരെ, ചരമഭാഗം എന്നാൽ ആ രാത്രി കഴിയുന്ന ആ പ്രാരംഭ സന്ധ്യ, ഉഷസന്ധ്യ. അപ്പോൾ പകലും രാത്രിയും സന്ധ്യാവേളകളിലുമെല്ലാം ആ പാദങ്ങൾ വിശദവും, വികസിച്ചു നിൽക്കുന്നവയാണ്, നിർമ്മലമായി ഇരിക്കുന്നവയാണ്, വാട്ടമില്ലാത്തവയാണ്. അത് സുന്ദരമായിട്ട് തന്നെ എപ്പോഴും നിൽക്കുന്നു. മൂന്നാമത്തെ ഉദാഹരണം, വരം ലക്ഷ്മീ പാത്രം ശ്രിയം അതിസൃജന്തൗ സമയിനാം. സരോജം, ആ താമരയാവട്ടെ ലക്ഷ്മിയുടെ, ശ്രേഷ്ഠയായ ലക്ഷ്മിയുടെ ഇരിപ്പിടമാണ് താമര. വരം ലക്ഷ്മീ പാത്രം, ലക്ഷ്മിയുടെ ഇരിപ്പിടമാണ് താമര. എന്നാൽ ദേവിയുടെ പാദങ്ങളോ ശ്രിയം അതിസൃജന്തൗ സമയിനാം, സമയികൾക്ക്, അതായത് സമയാചാര തൽപരർക്ക്, കുണ്ടലിനി വിദ്യയനുസരിച്ച് ഉപാസിക്കുന്ന ഭക്തന്മാർക്ക്, ഇവിടെ സാധാരണ ദേവീ ഭക്തന്മാർ എന്നെടുക്കാം. അപ്പോൾ ആ ദേവീ ഭക്തന്മാർക്ക് ശ്രിയം എന്ന് വെച്ചാൽ ഐശ്വര്യത്തെ, സമ്പത്തിനെ, അതിസൃജന്തവും എന്നാൽ അതിക്രമിച്ച് സർജിക്കുന്നു, കൂടുതലായി ശ്രേഷ്ഠമായി അനന്തമായ നന്മയെ നൽകുന്നു എന്നർത്ഥം. അമ്മയുടെ പാദങ്ങൾക്കാണ് മഹിമ, അതോ താമരയ്ക്കാണോ എന്ന് നോക്കുമ്പോൾ താമരയെ ജയിക്കുന്നു എന്നതിൽ ആശ്ചര്യമില്ല എന്ന് പറയുന്നു. തത്പാദൗ സരോജം ജയതഃ, അല്ലയോ ജനനി ചിത്രമിഹ കിം, അതുകൊണ്ട് എന്താണ് ആശ്ചര്യം? ഒന്നുമില്ല എന്നർത്ഥം. എപ്പോഴും ആ മഹാത്മ്യം അവിടുത്തെ പാദങ്ങൾക്ക് തന്നെ. ഇങ്ങനെ മൂന്ന് വിപരീത താരതമ്യം ചെയ്തിട്ട് അമ്മയുടെ പാദങ്ങൾ താമരയെ ജയിക്കുന്നു എന്നതിൽ ആശ്ചര്യമൊന്നുമില്ല എന്ന് വളരെ മനോഹരമായി ഇവിടെ ആചാര്യ ഭഗവത്പാദർ വർണ്ണിച്ചിരിക്കുന്നു. തീർച്ചയായും പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ എന്ന ആ ലളിതാ സഹസ്രത്തിൽ നാമത്തിലെ ആ നാമം ഏറ്റവും യോജിക്കുന്നു, ഉചിതം തന്നെയാണ് എന്നിവിടെ താല്പര്യം. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമഃ. ജപോ ജൽപശില്പം സകലമഭിമുദ്രാ വിരചന
ഗതിപ്രാദക്ഷിണ്യക്രമണമശനാദ്യാകുതി വിധിഃ പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണദൃശ സപര്യാപര്യായസ്തവ ഭവതു യന്മേ വിലസിതം. ഹരി ഓം.